ഹായ് എവരിവൺ. നമ്മളിന്ന് കൈനറ്റിക്സിലെ കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിലബസിലുള്ള കുറച്ച് പ്രീറിക്വസിറ്റ്. കൈനറ്റിക്സ് നമുക്കറിയാം. കൈനറ്റിക്സ് ഈ വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. മൂവ്മെന്റ്, കൈനസിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സാധനം വരുന്നത്. കൈനസിസ്. സോ കെമിക്കൽ കൈനറ്റിക്സ്, കെമിക്കൽ മൂവ്മെന്റ് എന്നർത്ഥം. റൈറ്റ്. നമ്മൾ ഇത് പഠിക്കുന്ന ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് അറിയാം. വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്? ബിഫോർ വി ആർ ഡീലിംഗ് വിത്ത് ദ ബേസിക് കോൺസെപ്റ്റ്സ്, വി ഹാവ് ടു നോ സം ഐഡിയാസ് സച്ച് ആസ് വാട്ട് ഈസ് എ റിയാക്ഷൻ ആൻഡ് വാട്ട് ഈസ് എ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പം എന്താണ് റിയാക്ഷൻ എന്നുള്ളത്, അതിനുശേഷം വാട്ട് ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ നമുക്കറിയാം, ഒന്നോ അതിലധികമോ റിയാക്ഷൻസ് കെമിക്കൽ ചേഞ്ചിന് വിധേയമായിട്ട് പുതിയ വസ്തുക്കൾ ഉണ്ടാവുന്ന പ്രവർത്തനമാണ് കെമിക്കൽ റിയാക്ഷൻ. സോ റിയാക്ടൻസ് combine together, some chemical changes taking place and new substances are formed. So reactants are converted to products. That is a chemical reaction. How fast that particular reaction take place? അപ്പൊ എത്രത്തോളം സ്പീഡിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ആ റിയാക്ഷന്റെ സ്പീഡ് അഥവാ റേറ്റ് എന്ന് പറയുന്നത്. സ്പീഡ് ഓർ റേറ്റ് ഓഫ് റിയാക്ഷൻ. സ്പീഡ് നമുക്കറിയാം, ഫിസിക്കൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നില്ല. പകരം ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടന്ന കെമിക്കൽ റിയാക്ഷൻ എത്രയാണ്, അതാണ് ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സെക്കൻഡിൽ എത്ര റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി, അതാണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 10 മിനിറ്റിൽ ഒരു റിയാക്ടന്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റിയാക്ടൻസ് എത്ര കെമിക്കൽ ചേഞ്ചിന് വിധേയമായി അല്ലെങ്കിൽ റിയാക്ഷൻ നടന്നിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ ഓർ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു റിയാക്ഷൻ എടുക്കുകയാണ്. A and B combine together to form product B, right? And how many moles of A and B undergo chemical change to form product within a specified time period or within unit time? That is the rate of reaction. Okay, so we can say the rate is the change in concentration of reactants in unit time. So we can say rate of reaction is concentration divided by time. Concentration divided by time. അപ്പൊ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ചേഞ്ച് റിയാക്ടൻസിന് സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ, rate is equal to concentration divided by time. ഏതാണ് ശരി? എ, ബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിയാക്ടന്റ്. ആ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രത്തോളം ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നതാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. എയും ബിയും കെമിക്കൽ ചേഞ്ചിന് വിധേയമായി അല്ലെങ്കിൽ എയും ബിയും കെമിക്കൽ റിയാക്ഷൻ വിധേയമായി, അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി.
കാരണം ഇവിടെ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കും പ്രോഡക്റ്റ് ഫോം ചെയ്യപ്പെടുന്നത്, അല്ലെ? ഇവിടെ 10 മോൾസ് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് ആനുപാതികമായിട്ടുള്ള പ്രോഡക്റ്റേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് പ്രോഡക്റ്റിന്റെ ടേമിൽ എന്ത് പറയാം? റേറ്റിനെ പറയാം. അല്ലെങ്കിൽ ഇത്ര സമയത്തിന്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര പ്രോഡക്റ്റ് ചെയ്തു എന്ന് പറയുന്നതും എന്താണ്? റേറ്റ് ആണ്. സോ റേറ്റ് ഈസ് ഓൾസോ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം. അങ്ങനെ എഴുതാം. സിംപ്ലി കോൺസെൻട്രേഷൻ ബൈ ടൈം. Either the concentration of reactants or the concentration of product. Right? അപ്പോ ഒരു രാസപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു റിയാക്ഷൻ സംബന്ധിച്ചിടത്തോളം റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വിത്ത് ടൈം ആണ്. Change in concentration with time. So, rate of a chemical reaction can be defined as the change in concentration of either reactants or products with the time, or it is the speed with which a chemical reaction completes, or it is the speed with which a chemical reaction proceeds. That is the definition of rate of chemical reaction. റിയാക്ടന്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്താ ചെയ്യുക? കുറഞ്ഞുകൊണ്ടിരിക്കും. കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, ഉറപ്പാണല്ലോ. കാരണം എന്താണ്? ഇവിടെ ഇപ്പൊ നമ്മൾ 10 മോൾ എടുത്തു, അതിനകത്ത് 2 മോള് പ്രോഡക്റ്റ് ആയാൽ ബാക്കി 8 മോളേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓരോ സമയത്തും റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്താവും? കൂടിക്കൊണ്ടേയിരിക്കും. സോ റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് R equal to negative of negative dA by dt. ഇനി ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ഇടുന്നത്, ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കെമിസ്ട്രി സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇട്ട അതിന്റെ അർത്ഥം concentration of A, concentration of that species. So here it is the concentration of A. dA means small change in concentration, small change in concentration, and dt is small time. അപ്പൊ ചെറിയൊരു സമയത്തിനുള്ളിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ചേഞ്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസെൻട്രേഷൻ ബൈ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ within a definite time. Here there is a negative sign that indicates the concentration of reactant is going on decreasing. ഇവിടെ കോൺസെൻട്രേഷൻ, റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ എന്താവുകയാണ് ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗറ്റീവിലായിട്ട് എഴുതുന്നു. ഓക്കെ, സോ റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് negative of the change in concentration of reactants with the time. That is negative dA by dt or minus dA by dt. And in the case of product, as we know, the concentration of product is going on increasing because more and more products are formed. So we can write it as concentration of product by dt. നമ്മൾ ഈ പോസിറ്റീവ് സൈൻ ഇടേണ്ട ആവശ്യമില്ല, അണ്ടർസ്റ്റുഡ് ആണ്. സോ സിംപ്ലി ഇറ്റ് ഈസ് dP by dt. Change in concentration of products with the time, but it is a positive sign. There is a positive sign before the term because the concentration of product is going on increasing with the time. More and more products are formed. So rate is equal to dP by dt in terms of products, and rate is equal to minus dA by dt in terms of reactants. ഓർത്തോണം, ഇവിടെ നെഗറ്റീവ് സൈന് മാത്തമാറ്റിക്കൽ മീനിങ് ഒന്നുമില്ല. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവിടെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ and how we can express the rate. Okay.
അപ്പൊ സ്വാഭാവികമായിട്ടും കെമിക്കൽ കൈനറ്റിക്സിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് ഇനി എത്താം. ഇവിടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ. ആ മൂവ്മെന്റിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? കെമിക്കൽ കൈനറ്റിക്സ്. സോ കെമിക്കൽ മൂവ്മെന്റ് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്, അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു മെക്കാനിസം കണ്ടുപിടിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് കെമിക്കൽ കൈനറ്റിക്സ്. സോ കെമിക്കൽ കൈനറ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ദ മെക്കാനിസം ബൈ വിച്ച് ദാറ്റ് റിയാക്ഷൻ പ്രൊസീഡ്. അപ്പോ ഒരു റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ചുള്ള പഠനം, ഒപ്പം അത് ഏത് മെക്കാനിസത്തിലൂടെയാണ് മുന്നോട്ടേക്ക്, ആ റിയാക്ഷൻ ഏത് മെക്കാനിസത്തിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ദ മെക്കാനിസം ബൈ വിച്ച് ദ റിയാക്ഷൻ പ്രൊസീഡ്സ്. That branch is known as chemical kinetics. നമുക്കെല്ലാം അറിയാം, ഇഷ്ടം പോലെ പല റിയാക്ഷനും വ്യത്യസ്തമായ റേറ്റുകളിൽ, വ്യത്യസ്ത സ്പീഡുകളിൽ സമയം. ഇപ്പൊ നമ്മൾ ലാബ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ, ഏതെങ്കിലും റിയാക്ഷൻ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഒരു സൊല്യൂഷൻ എടുത്ത് വേറെ സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. അത്തരം റിയാക്ഷൻസ് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ടാണ്. അപ്പൊ അത്തരം റിയാക്ഷൻസ് വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. പൊതുവെ അയോണിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അയോൺസ്, കാറ്റയോൺസ് ആനയോൺസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് പൊതുവെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ചില റിയാക്ഷൻസ് നമുക്കറിയാം, എന്താ പറയാ, പാല് മോരായിട്ട് മാറുന്നില്ല അല്ലെ. പിന്നെ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ നമുക്കറിയാം, ഹൈഡ്രോളിസിസ്, സ്റ്റാർച്ചിന്റെ ഹൈഡ്രോളിസിസ്, ഇതൊക്കെ ഒരു മീഡിയം സ്പീഡിൽ നടക്കുന്നതാണ്. മീഡിയം സ്പീഡിൽ നടക്കുന്നത് such reactions are called moderate reactions. ഇനി ചിലതുണ്ട്, ഇപ്പൊ അയൺ റസ്റ്റിംഗ്, തുരുമ്പെടുക്കാൻ നടക്കുന്നത് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുക്കുന്നതാണ്. അപ്പൊ അത് വെരി സ്ലോ റിയാക്ഷൻസ് എന്ന് പറയും. സോ കെമിക്കൽ കൈനറ്റിക്സ് ശരിക്കും പറഞ്ഞാല് ഇത്തരം റിയാക്ഷൻസിന്റെ സ്പീഡിനെ കുറിച്ചുള്ള പഠനമാണ്. ആ സ്പീഡിൽ നമുക്ക് അതിന്റെ മെക്കാനിസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. So it is the study of the rate of chemical reaction and the mechanism by which the reaction proceeds. ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്നിട്ടാണ് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞു, റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്തോറും റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. റൈറ്റ്? എന്തുകൊണ്ടത്? അതിനകത്തുള്ള കുറച്ച് റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അടുത്ത സെക്കൻഡിൽ കുറച്ചും കൂടി റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. അപ്പോ റിയാക്ടൻസിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. റൈറ്റ്? ഇനി നമ്മളിത് പ്ലോട്ട് ചെയ്താൽ ടൈം കോൺസെൻട്രേഷൻ, നമ്മൾ കോൺസെൻട്രേഷൻ ടൈം പ്ലോട്ട് ചെയ്താല് നമുക്ക് റിയാക്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കർവാണ്, ഡിക്രീസിംഗ് കർവ് ഇസ് ഒബ്റ്റെയിൻഡ്. റൈറ്റ്? പക്ഷേ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ഒരു കർവ്. ഇത് പ്രോഡക്റ്റ് ആണ്, ഇത് റിയാക്ടന്റ് ആണ്. റിയാക്ടൻസിന് ഡിക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ സമയം പോകുന്തോറും റേറ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ സമയം കൂടുന്തോറും കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. മോർ ആൻഡ് മോർ പ്രോഡക്റ്റ് ഇസ് ഫോംഡ്. Here, more and more reactants are consumed or converted to products. So the concentration is decreasing with the time. And now we go 10 seconds, 20 seconds, 30 seconds, 40 seconds, just like that. And time in seconds, for example. നമുക്കൊരു ടൈം പീരീഡിലുള്ള കോൺസെൻട്രേഷൻ ചേഞ്ച് ഓർത്തോണം. ആർ എന്താണെന്ന് നമുക്കറിയാം, റേറ്റ്. ഇപ്പം റിയാക്ടൻസിനെ സംബന്ധിച്ചിടത്തോളം ആർ എന്താണ്? ആർ ഈക്വൽ ടു മൈനസ് ഡി എ ബൈ ഡി ടി. അപ്പൊ ഇവിടെ നമുക്ക്
ഒരു ടൈം പീരീഡിലുള്ള ഫോർ എക്സാമ്പിൾ 10 സെക്കൻഡ്, 10 സെക്കൻഡിനും 20 സെക്കൻഡിനും ഇടയ്ക്കുള്ള കോൺസെൻട്രേഷൻ ചേഞ്ച് നമുക്കൊന്ന് കാണണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ടിനെയും ചേർത്തിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പൊ dx by dy. ഇപ്പൊ രണ്ട് വ്യത്യസ്ത ടൈം, 10 സെക്കൻഡ് 20 സെക്കൻഡ്. ഈ 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ എത്രത്തോളം കോൺസെൻട്രേഷൻ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10 സെക്കൻഡും 20 സെക്കൻഡും ഇടയ്ക്കില്ല, 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ എത്രത്തോളം റിയാക്ഷൻ നടന്നിട്ടുണ്ട് ആ 10 സെക്കൻഡിനുള്ളിൽ. 10 to 20 10 സെക്കൻഡ്സ് ആണ്. അപ്പൊ ഈ 10 സെക്കൻഡ് കൊണ്ട് എത്രത്തോളം റിയാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണം. അതിനാദ്യം നമുക്ക് എന്ത് വേണം? കോൺസെൻട്രേഷൻ വേണം, അല്ലെ? കോൺസെൻട്രേഷൻ ചേഞ്ച് വേണം. അപ്പൊ ഈ കോൺസെൻട്രേഷൻ നമുക്ക് കൊടുക്കും, സ്ലോപ്പ് കിട്ടും. ദിസ് ഈസ് ദ കോൺസെൻട്രേഷൻ ചേഞ്ച് ഡ്യൂറിംഗ് ദിസ് 10 സെക്കൻഡ്, ദാറ്റ് ഈസ് ഫ്രം 10 to 20. 10 മുതൽ 20 വരെയുള്ള ഈ സമയത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന കോൺസെൻട്രേഷൻ ചേഞ്ച് ഇതാണ്. ഓക്കെ, this is the concentration change. So just put it as delta A. Delta A. Delta A is the concentration change during this time. That is from 10 second to 20 seconds. Divided by, ഇവിടെ time എത്രയാണ്? 10 second ആണ്. അല്ലേ? So rate which is equal to minus delta A by 10. 10 സെക്കൻഡാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വ്യത്യാസം വരാൻ വേണ്ടിട്ട്. റൈറ്റ്? പക്ഷെ നമ്മൾ പൊതുവെ ഇതിനെ അഗെയിൻ dt എന്ന് എഴുതും. dt. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു റേറ്റിന്, ഏത് റേറ്റിന്? ഒരു ടൈം പീരീഡിലുള്ള കോൺസെൻട്രേഷൻ ചേഞ്ച് എക്സ്പ്രസ് ചെയ്യുന്ന റേറ്റിന്, ഒരു ടൈം പീരീഡ് 10 മുതൽ 20 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ 20 മുതൽ 30 സെക്കൻഡ് വരെ, ടൈം ഇന്റർവെൽ. ഒരു ടൈം ഇന്റർവെല്ലില് സംഭവിക്കുന്ന കോൺസെൻട്രേഷൻ ചേഞ്ച് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ആവറേജ് റേറ്റ് എന്ന് പറയും. ഓർത്തോണം, ഒരു ടൈം ഇന്റർവെല്ല് ഇപ്പൊ തുടക്കം മുതൽ 10 സെക്കൻഡ് ആവാം, 0 സെക്കൻഡ് ടു 10 സെക്കൻഡ് ആവാം, അല്ലെങ്കിൽ 10 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് ആവാം. എന്തായാലും ശരി, ഒരു ടൈം ഇന്റർവെല്ലിൽ സംഭവിക്കുന്ന കോൺസെൻട്രേഷൻ ചേഞ്ച് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ആവറേജ് റേറ്റ് എന്ന് പറയും. ആ ഒരു സമയം ടൈം ഇന്റർവെല്ലിൽ കണ്ടെത്തുന്ന സ്പീഡിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ കിട്ടും നമുക്ക് 10 മുതൽ 20 അല്ലെങ്കിൽ 15 മുതൽ, ഇത് ഞാൻ 15 ആയിട്ടിരിക്കുന്നത്, 15 ഫോർ എക്സാമ്പിൾ 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഫോർ എക്സാമ്പിൾ. അതിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇത്രയായിരിക്കും. അത് നമ്മൾ ഡെൽറ്റ പി എന്നിടാം. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ റേറ്റ് ആവറേജ്. ആവറേജ് റേറ്റ് ഇവിടെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്ന വെച്ചാൽ 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ എത്രത്തോളം റിയാക്ഷൻ നടന്നു, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് എത്രയാണ്, എത്രത്തോളം കോൺസെൻട്രേഷൻ ചേഞ്ച് നടന്നു എന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റേറ്റ് കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് ആവറേജ് റേറ്റ്. സോ ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ദ റേറ്റ് ഓഫ് ദാറ്റ് റിയാക്ഷൻ ഇൻ എ ഗിവൺ ടൈം ഇന്റർവൽ. Average rate of a chemical reaction is the rate of that reaction in a time interval. Okay, ഒരു ടൈം ഇന്റർവെല്ലിൽ നടക്കുന്ന ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ആ ടൈം ഇന്റർവെല്ലിലുള്ള സ്പീഡ് ഓഫ് റിയാക്ഷൻ, അങ്ങനെയാണ് നമ്മുടെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൃത്യം 15ാമത്തെ സെക്കൻഡ് എത്ര റിയാക്ഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ 35ാമത്തെ സെക്കൻഡ്, ഓർത്തോണം ടൈം ഇന്റർവെൽ അല്ല, ഒരു പെർട്ടിക്കുലർ ടൈം 35ാമത്തെ സെക്കൻഡിൽ, 30 മുതൽ 35 വരെയല്ല, 35ാമത്തെ സെക്കൻഡിൽ
35ാമത്തെ സെക്കൻഡിൽ കോൺസെൻട്രേഷൻ ചേഞ്ച് അല്ലെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇതിപ്പോ നമ്മള് ഇങ്ങോട്ടേക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ ഒരൊറ്റ കോൺസെൻട്രേഷനെ കിട്ടുള്ളൂ അല്ലെ, ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് നമുക്ക് കിട്ടില്ല, ഡിഫറൻസ് ഒരിക്കലും കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ 10ാമത്തെ സെക്കൻഡിൽ A1 എന്നും 20ാമത്തെ സെക്കൻഡിൽ A2 എന്ന് ഇട്ടാല് ഡെൽറ്റ A is equal to A2 minus A1 minus A2 minus A1. ഇത് രണ്ടിന്റെ ഡിഫറൻസ് ആണ് ഡെൽറ്റ A. അതേപോലെ ഇവിടെ ഇത് P1 എന്നും ഇത് P2 എന്ന് ഇട്ടാൽ രണ്ടാമത്തെ സെക്കൻഡിൽ P2 P1 എന്ന് ഇട്ടാൽ P2 minus റൈറ്റ് ഒന്നാമത്തെ P1 രണ്ടാമത്തത് P2 എന്ന് ഇട്ടാല് P2 minus P1 ആണ് ഡെൽറ്റ P. രണ്ട് കോൺസെൻട്രേഷൻ, രണ്ട് സമയത്തുള്ള രണ്ട് കോൺസെൻട്രേഷൻ കിട്ടി അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ A കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഡെൽറ്റ P കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഒരൊറ്റ കോൺസെൻട്രേഷൻ ഉള്ളൂ, അതിന് നേരെ നമുക്ക് ഒരൊറ്റ കോൺസെൻട്രേഷൻ ആവുമ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാനാവില്ല. പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കും. പെർട്ടിക്കുലർ ടൈം ആയതുകൊണ്ട് ഒരു കോൺസെൻട്രേഷൻ മാത്രം നമുക്ക് കിട്ടും. അപ്പം നമുക്കൊരു ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഡെൽറ്റ എയോ ഡെൽറ്റ പിയോ കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഒരു ടാൻജന്റ് വരക്കുക. മാത്തമാറ്റിക്കലി നമുക്ക് അറിയാം, ടാൻജന്റ് വരക്കുക എന്നിട്ട് അതിന്റെ സ്ലോപ്പ് കാണും. റൈറ്റ്? സോ വി ഗെറ്റ് ഹിയർ dx by dt, or we can put it as dA by dt. And here we get a rate again in negative term, and we call this rate as instantaneous rate. Here also at a particular time we get R instantaneous is equal to dP by dt. Right? ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്? ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ, ഒരു പെർട്ടിക്കുലർ ടൈം, സ്പെസിഫിക് ടൈമിൽ എത്രത്തോളം സ്പീഡ് ഉണ്ട്, എത്രത്തോളം കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ട് എന്ന് പറയുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. സോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഇസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ്. പക്ഷെ ആവറേജ് റേറ്റ് അങ്ങനെയല്ല, ഒരു നീണ്ട ഇടവേളക്കിടയിൽ എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഇന്റർവെല്ലിൽ, ഒരു ടൈം ഇന്റർവെല്ലിൽ എത്ര സ്പീഡ് ഉണ്ട് ആ റിയാക്ഷൻ എന്ന് പറയുന്നതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ആണ് പൊതുവെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ദ പോയിന്റ് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ ആകെ ഒന്ന് തുടങ്ങുന്ന ആയിട്ട് ഇത്ര എടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് എന്താണ് കൈനറ്റിക്സ്, റേറ്റ് ഓഫ് റിയാക്ഷൻ, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആൻഡ് ആവറേജ് റേറ്റ്, പിന്നെ കോൺസെൻട്രേഷൻ ടൈം പ്ലോട്ട് ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ്. ആൻഡ് ഇനി കാൽക്കുലേഷൻ ഓഫ് ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വളരെ എളുപ്പമാണ്. ഓരോ ടൈം പീരീഡിലുള്ള കോൺസെൻട്രേഷൻ കാണുക, ഓരോ ടൈമിലുള്ള കോൺസെൻട്രേഷൻ കാണുക, അതിന് ഡിഫറൻസ് എടുക്കുക, ദാറ്റ് വി ഗെറ്റ് ഡെൽറ്റ എ. പിന്നെ ടൈമിന്റെ ഡിഫറൻസ് എടുക്കുക, ദാറ്റ് ഈസ് ഡെൽറ്റ ടി. We can put it as delta t, right? Here also we can put it as delta t. ഈ ഡിഫറൻസ് എടുക്കുക, അപ്പം ഡെൽറ്റ ടി കിട്ടും. ആ രണ്ട് സമയത്തുള്ള A1 and A2 എടുത്താൽ ഡെൽറ്റ എ കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും രണ്ട് ടൈം തന്നിട്ടുണ്ട്, ആ സമയത്തുള്ള ആ പ്ലോട്ട് ടൈം തന്നിട്ടുണ്ട്. ഇപ്പൊ റിയാക്ഷൻ തുടങ്ങി 10 സെക്കൻഡ് 20 സെക്കൻഡിൽ ഉള്ള അല്ലെങ്കിൽ 15 സെക്കൻഡിൽ 25 സെക്കൻഡിൽ ഇടയ്ക്കുള്ള റേറ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 15ാമത്തെ സെക്കൻഡിൽ നേരെ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. എന്നിട്ട് 15ാമത്തെ സെക്കൻഡിൽ എത്രയാണ് കോൺസെൻട്രേഷൻ നോക്കും, P1 എന്നത്. 25ാമത്തെ സെക്കൻഡിൽ എത്രയാണ് നോക്കും, P2 എന്നിടും. അതിന്റെ ഡിഫറൻസ് ആയിരിക്കും ഡെൽറ്റ പി. അതേപോലെ തന്നെ ഇവിടെ റിയാക്ടൻസിന്റെ ടേംസിലാണ് അതേപോലെ തന്നെ. ആ സമയത്ത് എത്രയാണോ കോൺസെൻട്രേഷൻ നോക്കും, ഡിഫറൻസ് കണ്ടെത്തും. ഇപ്പൊ ഡെൽറ്റ എ കിട്ടും. ആ ടൈം ഡിഫറൻസ് ഡെൽറ്റ ടി. ഇവിടെ 10 എടുത്തിരിക്കുന്നത്. ചിലപ്പോ 2 സെക്കൻഡ് ആവാം, ചിലപ്പോ 100 സെക്കൻഡ് ആവാം, ചിലപ്പോ 5-6 മിനിറ്റ് ആവാം. ആ ഒരു ഡിഫറൻസ് തരുന്ന അനുസരിച്ച് വളരെ എളുപ്പത്തിൽ ആവറേജ് റേറ്റ് കണ്ടെത്താം.
ഇനി അതേപോലെ ഈ പറഞ്ഞിരിക്കുന്നത് 35ാമത്തെ സെക്കൻഡിലുള്ള ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോയിന്റ് ഇടുക, ടാൻജന്റ് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്ലോപ്പ് കണ്ടെത്തുക. സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഈ സ്ലോപ്പിൽ നിന്ന് നമുക്ക് dx/dt കിട്ടും. dx/dt കിട്ടും. അപ്പൊ ആ വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്സിൽ എ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡി എ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡി പി എന്ന് കൊടുക്കാം, മറ്റൊരു ആക്സിൽ ഡി ടി ആണ്. റൈറ്റ്. അപ്പൊ ആ സ്ലോപ്പിൽ നിന്ന് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ദ സ്ലോപ്പ് ഓഫ് ദാറ്റ് കർവ്, ദാറ്റ് ടാൻജന്റ് ഈസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. And I hope it is clear, and thank you for watching.